കൊണ്ടുവന്ന വന നിയമ ഭേദഗതിയിൽ തിരുത്തലിന് സർക്കാർ ഒരുങ്ങുന്നു. ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സഭകളും കേരള കോൺഗ്രസ് എമ്മും എതിർപ്പ് ശക്തമാക്കിയതോടെയാണ് ആലോചന. അതേസമയം വന നിയമ ഭേദഗതിയിൽ പരസ്യ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് UDF. AV ജയശങ്കർ വിവരങ്ങളുമായി. ജയശങ്കർ, കഴിഞ്ഞ കുറേ നാളുകളായി രൂപതയും ഒപ്പം മലയോര മേഖലയിലുള്ളവരുമൊക്കെ വലിയ പ്രതിഷേധത്തിലാണ്. ഇന്നലെ ജോസ് കെ മാണി മുഖ്യമന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ആശങ്കകൾ പരിഹരിക്കും, എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ, ഈ ആശങ്കകൾ ദൂരീകരിച്ച ശേഷം മാത്രമേ ഇത് പുറത്തിറക്കുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തിരുത്തലിലേക്ക് സർക്കാർ കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. വനം മന്ത്രിയുടെ പ്രസ്താവന ആ തരത്തിലേക്ക് ആയിരുന്നില്ല, വെറുതെ ഉണ്ടാക്കുന്ന വിവാദം എന്നൊക്കെയായിരുന്നല്ലോ പ്രസ്താവന. അതായത് ഈ വനഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കൃത്യമായി സർക്കാർ തലത്തിലൊരു കൂടിയാലോചനകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ജോസ് കെ മാണി ഉൾപ്പെടെ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പ്രതിഷേധം ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ഈ കേരള കോൺഗ്രസ് നേതാവ് റോഷി അഗസ്റ്റിൻ്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ പോയി കാണുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ഒരു കാര്യം സർക്കാർ പരിഗണിക്കുന്നത്. അതായത് ഇതിലെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനുള്ള ഒരു അനുമതി നൽകുന്ന ഭേദഗതിയുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങളെ, കർഷകരെ ബാധിക്കുന്ന ചില ഭേദഗതികൾ ഒഴിവാക്കാനാണ് നിലവിലെ ആലോചന. അതായത് ഇതുമായി ബന്ധപ്പെട്ട വനം വകുപ്പുമായി ഉൾപ്പെടെ സർക്കാർ തലത്തിൽ വകുപ്പ് സെക്രട്ടറിമാർ ഉൾപ്പെടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏത് തരത്തിൽ ഇതിൽ മാറ്റം വരുത്താം എന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. പ്രധാനമായും എതിർപ്പുന്നയിക്കുന്നത് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോലീസിനെ കവച്ചു വയ്ക്കുന്ന തരത്തിലേക്ക് അധികാരം, അറസ്റ്റ് ചെയ്യാം, വാറണ്ട് കൂടാതെ കസ്റ്റഡിയിൽ വയ്ക്കാം തുടങ്ങിയ കാര്യങ്ങൾ, കൂടാതെ ജണ്ട കെട്ടുന്നതിലടക്കമൊക്കെയുള്ള അവ്യക്തത, കാട്ടിൽ അതിന് സമീപത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല, ആദിവാസികൾക്കും അവിടെ തൊട്ട് ചേർന്ന് താമസിക്കുന്നവർക്കും ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അവരെയൊക്കെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുന്നതിലേക്ക് പോകുന്ന തരത്തിൽ ആണ് ഈ നിയമം വരാൻ പോകുന്നത് എന്നൊക്കെ ഒരു ആശങ്കയുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വിശദമായി പരിശോധിക്കുമെന്നാണോ? അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും അപകടകരമെന്ന് ഈ പ്രതിഷേധക്കാർ പറയുന്നത് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അനുമതി നൽകുന്നതാണ്. ഇതിനെതിരെ തന്നെയാണ് കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത്. ഈ സാഹചര്യത്തിലാണ് ഈ കരട് വിശദമായി പരിശോധിച്ച് ഇതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ആലോചന നിലവിൽ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ പൊതുജനങ്ങളുടെ അഭിപ്രായം ഉൾപ്പെടെ പരിശോധിച്ചതിൽ വേണ്ട ഭേദഗതി വരുത്തുമെന്ന് KK ശശീന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലും മന്ത്രി 2019 വനവകുപ്പിലെ ഈ ഭേദഗതി ബന്ധപ്പെട്ടൊരു കരട് പുറത്തിറക്കിയിരുന്നു. പക്ഷേ ഇത് നിയമമായി മാറിയില്ല. ഈ കരടുമായി ബന്ധപ്പെട്ട ഏകദേശം സമാനമായ നിർദ്ദേശങ്ങൾ മാത്രമാണ് പുതിയ കരടിലുള്ളത് എന്നാണ് വനം വകുപ്പ് മന്ത്രിയും മന്ത്രിയുടെ ഓഫീസും എല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പക്ഷേ അപ്പോൾ പോലും സർക്കാർ തലത്തിൽ ഭരണമുന്നണിയിൽ നിന്ന് തന്നെ LDF നിന്ന് തന്നെ ഇതിനെതിരെ ഒരു പ്രതിഷേധം ഉയരുമ്പോൾ, എതിർശബ്ദം ഉയരുമ്പോൾ അത് പരിഗണിക്കാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധന ഈ വിഷയത്തിലുണ്ടാവും. UDF-ഉം ഈ ഭേദഗതിയുമായി സർക്കാർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഘട്ടത്തിൽ പോവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് കടക്കാനാണ് ആലോചന. കൂടിയാണ് ഈ ഭേദഗതിയിൽ തിരുത്തൽ വരുത്താൻ, അതിൽ പരിശോധനയ്ക്ക് സർക്കാർ ഒരുങ്ങുന്നത്.